വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തോടെ സംസ്ഥാനമൊട്ടാകെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായി തുടങ്ങി. കൂടുതൽ വിവരങ്ങൾ നോക്കാം. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി കേരളത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുക. പ്രഖ്യാപനം അനുസരിച്ച് ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുക. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സമർപ്പിച്ച പത്രികകളുടെ പരിശോധന മാർച്ച് 24-ന് നടക്കും. അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർച്ച് 26 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വോട്ടർമാർ രേഖപ്പെടുത്തിയ വോട്ടുകൾ മെയ് 4-നാണ് എണ്ണപ്പെടുക. അതേ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് ഫലവും പ്രഖ്യാപിക്കും. ഇതിനോടകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് നേതൃത്വത്തിലുള്ള LDF-ഉം പ്രതിപക്ഷമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഉൾപ്പെടുന്ന UDF-ഉം ശക്തമായ പ്രചരണത്തിനായി തയ്യാറെടുക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോട് സംസ്ഥാനത്ത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നിലവിൽ വന്നിട്ടുണ്ട്. ഇതോടെ സർക്കാർ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിലും ചില നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലായി ലക്ഷക്കണക്കിന് വോട്ടർമാർ ഈ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കേരളം മുഴുവൻ ഇനി തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും പ്രചാരണങ്ങളും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.